ഹലോ ഓൾ, വെൽക്കം ടു ഈസി സ്കോട്ട്സ്. ഇറ്റ്സ് മീ ഹരിത. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഡിസിപ്ലിൻസ് ആൻഡ് സബ്ജക്ട്സിലെ യൂണിറ്റ് 1 സ്കൂൾ സബ്ജക്ട്സിലെ പാർട്ട് ബി, റീസൺസ് ഫോർ ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. സോ എന്താണ് സ്കൂൾ സബ്ജക്ട്സ് എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ നീഡ് എന്താണ്, എന്തൊക്കെയാണ് ടീച്ചേഴ്സും സ്റ്റുഡൻസും മനസ്സിലാക്കേണ്ടത്, ഒരു സ്കൂൾ സബ്ജക്റ്റിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമുക്കറിയാം. പിന്നെ അതേപോലെ സ്കൂൾ സബ്ജക്ട്സും അക്കാദമിക് ഡിസിപ്ലിൻസും ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടും നമ്മൾ പഠിച്ചു. ഇനി എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്കൂളിൽ, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. School subjects are now being considered as cultural and historical phenomenon. So, it is necessary to study about them. ഹിസ്റ്ററിക്കലായിട്ടും അതേപോലെ കൾച്ചറലായിട്ടൊക്കെയുള്ള ഒരു സ്റ്റഡിയാണ് നമ്മുടെ സ്കൂളിലൂടെ ഇപ്പോൾ കൊണ്ടുവരുന്നത്. സോ സ്കൂൾ സബ്ജക്ട്സ് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. One of the important reasons for studying school subject is that they provide a clear picture of school knowledge and practices. സ്കൂളിനെ പറ്റിയും അതേപോലെ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്താണ്, ഏറ്റവും വലുതായി നമ്മുടെ സൊസൈറ്റിയെ പറ്റി, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു സ്കൂൾ സബ്ജക്ട്സ് പഠിക്കുന്നതിലൂടെ കിട്ടുന്നത്. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു റീസൺ എന്ന് പറയുന്നത്. അതേപോലെ സ്കൂൾ സബ്ജക്ട്സ് നമുക്കൊരു ഒരു നാരോ ലേണിംഗ് ആണ് തരുന്നത് അല്ലേ. ഓരോ കാര്യത്തിനെ പറ്റിയിട്ടും ഒരു ബേസിക് ഐഡിയ ആണ് നമ്മൾ സ്കൂൾ സബ്ജക്ട്സിലൂടെ കിട്ടുന്നത്. സോ അത് നമ്മൾ ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലേക്ക് എത്തുമ്പോൾ അവിടേക്കുള്ള ഒരു ബേസിക് സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ സ്കൂൾ സബ്ജക്ട്സിനെ എടുക്കുന്നത്. സ്കൂൾ സബ്ജക്ട്സ് ആർ എയിംഡ് ടു മെയിൻറ്റെയിൻ ദ അക്കാദമിക് കൾച്ചർ ആൻഡ് ഡെവലപ്പ് ദ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഓഫ് സ്റ്റുഡൻസ്. School subjects are constructed for the primary purpose of maintaining and enhancing economic and social productivity by equipping future citizens with the requisite knowledge, skills and capital. So, എന്താ പറയുന്നത്, സ്കൂൾ സബ്ജക്റ്റ് എന്തിനു വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ സൊസൈറ്റി നിലനിർത്തുന്നതിന് വേണ്ടി, നമ്മുടെ സൊസൈറ്റിയുടെ പ്രൈമറി എയിമായ എക്കണോമിക് ആയിട്ടുള്ളയും സോഷ്യൽ പ്രൊഡക്ടിവിറ്റിയൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ സിറ്റിസൻസിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന രീതിയിലുള്ള റിക്വിസിറ്റ് നോളജ് വെച്ചിട്ട് അതേപോലെ അവരുടെ സ്കിൽസൊക്കെ ഇംപ്രൂവ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സ്കൂൾ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓരോ സബ്ജക്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊണ്ട് മാത്രമാണ്. ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. സ്കൂൾ സബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ് ടു പ്രൊവൈഡ് സ്റ്റുഡൻസ് വിത്ത് മീനിങ്ഫുൾ ലേണിംഗ് എക്സ്പീരിയൻസസ് ദാറ്റ് മൈ ലീഡ് ടു ലിബറേഷൻ ആൻഡ് കോസ് സോഷ്യൽ ആക്ടിവിറ്റി. ഏതൊക്കെ സബ്ജക്റ്റ് നമ്മുടെ ഒരു കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണം, ഏതൊക്കെ സബ്ജക്റ്റാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, ഇതിനൊക്കെ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമ്മുടെ സൊസൈറ്റിയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും കൾച്ചറൽ ആയിട്ടുള്ളതും സോഷ്യൽ ആയിട്ടുള്ളതും ഒക്കെ ആയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സബ്ജക്ട്സ് ആണ് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ തന്നെ സ്കൂൾ സബ്ജക്ട്സ് ആർ ഫോംഡ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ ഒക്യുപ്പേഷൻ, പ്രൊഫഷൻ ആൻഡ് വൊക്കേഷൻ. നാളേക്ക് വേണ്ടുന്ന, അതായത് നാളെ നമ്മൾ ഏത് തരത്തിലേക്കുള്ള ഒരു ജോലിയിലേക്കാണ് പോകുന്നത്, നമ്മൾ ഏതൊരു ഫീൽഡിലേക്കാണ് പോകുന്നത്, അതിന് പ്രയോജനകരമാകുന്ന രീതിയിൽ ബേസിക് കൊടുക്കുന്നത് ഈ ഒരു സ്കൂൾ സബ്ജക്ട്സിലൂടെയാണ്. അതും വേറൊരു ഇമ്പോർട്ടൻസ്, സ്കൂൾ സബ്ജക്റ്റിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാം. ഏത് ഫീൽഡിലേക്കാണ്, എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫീൽഡിലേക്കാണോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏരിയയിലേക്കാണോ നമ്മൾ പോകുന്നത്, ഇങ്ങനെയുള്ള നമ്മൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നതൊക്കെ നമുക്കൊരു അടിത്തറ കിട്ടുന്നത് എവിടെന്നാ, നമുക്ക് സ്കൂളിൽ നിന്ന് ഈ സ്കൂൾ സബ്ജക്ട്സിലൂടെയാണ് നമുക്ക് ഇതിനൊക്കെ ഉള്ളൊരു ബേസിക് ഐഡിയ കിട്ടുന്നത്. School subjects have connection with social structure, social relations and they have contributed in the process of cultural transmission too. നമ്മുടെ സ്കൂൾ സബ്ജക്റ്റിന് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറായിട്ടും അതേപോലെ നമ്മുടെ ഇടയിലുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പുമായിട്ടും അതേപോലെ നമ്മുടെ കൾച്ചറൽ ട്രാൻസ്മിഷനൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുണ്ട്. എങ്ങനെയാണ്? നമ്മുടെ സൊസൈറ്റിയുടെ സ്ട്രക്ചർ, അതേപോലെ ഓരോ കുട്ടിയും വളർന്നു വരുന്ന ചുറ്റുപാട് എന്താണ്, അവൻ്റെ സൊസൈറ്റി എങ്ങനെയുള്ളതാണ്, ആ സൊസൈറ്റിയുടെ വാല്യൂസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു മോറലി ആ ഒരു സൊസൈറ്റിയിൽ ആ കുട്ടി ജീവിക്കേണ്ടത് എന്നൊക്കെ കുട്ടിക്ക് ആ ഒരു ഐഡിയ കിട്ടുന്നത് എവിടുന്നാ? സ്കൂളിലൂടെ, ഇങ്ങനെയുള്ള സ്കൂൾ സബ്ജക്ട്സിലൂടെയാണ്. ഇതൊക്കെയാണ് സ്കൂൾ സബ്ജക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയി പറയാനുള്ളത്. ദെൻ there are 7 criteria that commonly applied in the selection of school subjects or the content of a subject. ഇങ്ങനെ സ്കൂൾ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതിനും സ്കൂൾ സബ്ജക്ട്സ് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 7 ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ ആണ് സെൽഫ് സഫിഷ്യൻസി ഓഫ് ലേണേഴ്സ്. അതായത് ആഫ്റ്റർ ലേണിംഗ് ദ സബ്ജക്റ്റ് ദ ലേണർ മസ്റ്റ് ബിക്കം സെൽഫ് സഫിഷ്യൻറ്റ്. ആ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്താണ് ഒരു ഔട്ട്കം കിട്ടുന്നത്, എന്താണ് ആ കുട്ടി ആ ഒരു സബ്ജക്റ്റിലൂടെ നേടിയെടുക്കുന്നത്, ആ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞതിലൂടെ കുട്ടിയെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുട്ടിക്ക് ആ സബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഏതൊരു സബ്ജക്റ്റും നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ഫസ്റ്റത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്, സെൽഫ് സഫിഷ്യൻസി ഓഫ് ദ ലേണേഴ്സ്. രണ്ടാമത്തേതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡൊമൈൻസ് ഓഫ് ലേണിംഗ്. ദ സബ്ജക്റ്റ് ടോട്ട് മസ്റ്റ് ബി ഇമ്പോർട്ടൻസ്. അതായത് ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുകയാണെങ്കിലും അതിന് അതിൻ്റേതായ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ലൈഫിലും ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരാവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കുട്ടിക്ക് പഠിപ്പിക്കുകയല്ല. കുട്ടിയുടെ ലൈഫ് നല്ല സ്മൂത്തായി ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടിക്ക് നല്ല വാല്യൂസ് ആൻഡ് കൾച്ചർ കുട്ടിയിൽ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സബ്ജക്ട്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ വാലിഡിറ്റി ഓഫ് ദ സബ്ജക്ട് മാറ്റർ. ടീച്ച് ഓൺലി വാട്ട് ഈസ് നീഡഡ് ടു ബി ടോട്ട്. എന്താ പഠിപ്പിക്കേണ്ടത് അത് മാത്രമേ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റൂ. വാരി വലിച്ച് കുട്ടിയെ പഠിപ്പിക്കാൻ പാടില്ല. അത് ഓവർലോഡഡ് ആണല്ലേ കുട്ടിക്ക്. സോ അത് മാത്രമല്ല, എന്താ പഠിപ്പിക്കേണ്ടത്, എന്താണ് ആവശ്യമുള്ളത് അത് മാത്രമേ നമ്മൾ പഠിപ്പിക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് വാലിഡിറ്റി ഓഫ് ദ സബ്ജക്ട് മാറ്റർ. ദെൻ ഇൻട്രസ്റ്റ് ഓഫ് ദ ലേണേഴ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അങ്ങ് കുട്ടി പഠിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുകയല്ല. കുട്ടിക്ക് ആ സബ്ജക്റ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുകൂടി നമ്മൾ ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മൾ ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോഴുള്ള ക്രൈറ്റീരിയസ് ആണ് കേട്ടോ. അടുത്തതാണ് യൂട്ടിലിറ്റി ഓഫ് ദ സബ്ജക്ട് മാറ്റർ. എന്താണ്? യെസ്, ദ സബ്ജക്റ്റ് ലേൺ മസ്റ്റ് ബി യൂസ് ഇൻ ലൈഫ്. ഒരു കാര്യം ഒരാവശ്യവും ഇല്ലാണ്ട് നമ്മൾ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല അല്ലേ. സോ നമ്മൾ ഇന്ന് കുട്ടി പഠിക്കുന്ന സബ്ജക്റ്റ് കുട്ടിക്ക് ഭാവിയിലേക്ക്, കുട്ടിയുടെ ലൈഫിൽ എന്തെങ്കിലും തരത്തിൽ പ്രയോജനമുള്ള ഒരു കാര്യമായിരിക്കണം. സോ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് കണ്ടന്റ് മാത്രമേ കുട്ടിയെ പഠിപ്പിക്കാൻ പാടുള്ളൂ. സബ്ജക്റ്റ് ലേൺ മസ്റ്റ് ബി യൂസ് ഇൻ ലൈഫ്. കുട്ടിക്കത് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പ്രയോജനകരമാകുന്ന സബ്ജക്റ്റ് മാത്രമേ നമ്മൾ പഠിപ്പിക്കാൻ പാടുള്ളൂ. അടുത്തതാണ് ലേണബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്തിട്ട് ഇത് കുട്ടിയെ പഠിപ്പിക്കാം എന്നൊക്കെ തീരുമാനിച്ച് നമ്മളൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. കുട്ടിക്ക് അത് പഠിക്കാൻ പറ്റുമോ, കുട്ടിക്ക് എത്രത്തോളം അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, കുട്ടിക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റും എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഏതൊരു സബ്ജക്റ്റും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതൊരു കണ്ടന്റും സിലബസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. ലാസ്റ്റതാണ് ഫീസിബിലിറ്റി ഓഫ് ദ കംപ്ലീഷൻ. ലാസ്റ്റത്തതാണ് നമ്മൾ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അത് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന കണ്ടന്റ് ആണോ അതുള്ളത്, അല്ലെങ്കിൽ ആ ഒരു അക്കാദമിക് ഇയറിൽ അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഒരു സബ്ജക്റ്റ് നമുക്ക് കുട്ടിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതേപോലെ അതിൻ്റെ പ്രായോഗികത എന്താണ് എന്ന് നമ്മൾ നോക്കണം. സോ ഈ ഒരു 7 ക്രൈറ്റീരിയയാണ് നമ്മൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റും നമ്മുടെ കരിക്കുലത്തിൽ നമ്മുടെ സ്കൂളിൽ ഉൾക്കൊണ്ടിരിക്കുന്നതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ലാംഗ്വേജസ്. നമുക്കറിയാം ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. ബട്ട് ലാംഗ്വേജ് ഈസ് നോട്ട് മിയർലി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ലാംഗ്വേജ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഫോർ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമുള്ള കാര്യമല്ല ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മീഡിയം ഓഫ് ഗ്രോത്ത്. ഇറ്റ് പ്രൊവൈഡ്സ് കപ്പാസിറ്റി ഫോർ പ്രിസർവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻ്റലക്ച്വൽ ലൈഫ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്കൊരു ലാംഗ്വേജ് ഇല്ലായിരുന്നെങ്കിൽ, നമുക്കൊരു ലാംഗ്വേജ് അറിയില്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു? നമ്മൾ വല്ല ആംഗ്യ ഭാഷയിലായിരിക്കും അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ ലാംഗ്വേജ് ഉണ്ടായത് എത്ര നന്നായി. നമ്മുടെ ഐഡിയാസ്, നമ്മുടെ വ്യൂസ്, നമ്മുടെ ഒപ്പീനിയൻസ് എല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ലാംഗ്വേജസ് ഉള്ളത് കൊണ്ടാണല്ലേ. സോ ഇറ്റ് പ്രൊവൈഡ്സ് കപ്പാസിറ്റി ഫോർ പ്രിസർവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻ്റലക്ച്വൽ ലൈഫ്. നമുക്ക് ഈ ലാംഗ്വേജിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഫ്രീ തിങ്കിങ് ആണ് നമുക്ക് നടക്കുന്നത് അല്ലേ. ഇതൊക്കെ ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. സോ ഇവിടെയൊക്കെ പറയുന്നത് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. വി നീഡ് ലാംഗ്വേജ് ടു ലേൺ, ടു റിറ്റെയിൻ ആൻഡ് ടു റീകോൾ അവർ നോളജ്. ഇതന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? വി നീഡ് ലാംഗ്വേജ് ടു ലേൺ. നമുക്ക് പഠിക്കാനായിട്ട് ഒരു ലാംഗ്വേജ് വേണമല്ലേ. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കത് റിട്ടൈൻ ചെയ്യണം, നമുക്കത് ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അവിടെയും നമുക്കൊരു ലാംഗ്വേജ് ആവശ്യമാണ്. ദെൻ ടു റീകോൾ. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞു, നമ്മളത് ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ, കുറേ കാലം കഴിഞ്ഞ് നമ്മളത് ഓർമ്മയിൽ നിന്ന് തിരിച്ചെടുക്കുന്നുണ്ട്, നമ്മളത് റീകോൾ ചെയ്തെടുക്കുന്നുണ്ട് ആ നോളജ്. എങ്ങനെയാണ്? അത് ഈ ഒരു ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് മാത്രമാണ്.
സോ ഇതൊക്കെ നമ്മുടെ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ലാംഗ്വേജ് ഈസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ഇൻവോൾവ്സ് 2 എലിമെൻറ്റ്സ്. ഏതൊക്കെയാണ്? ദ ഐഡിയാസ് ഓർ എക്സ്പീരിയൻസ് വിച്ച് വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയയും അതേപോലെ ദ വേർഡ്സ് that we use to convey these ideas or experience. ഈ 2 എലിമെൻറ്റ്സ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ലാംഗ്വേജ് എന്ന് നമുക്ക് പറയാം. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആർ സ്കിൽസ് ദാറ്റ് ഇൻവോൾവ് പ്രൊഡക്ഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ലാംഗ്വേജ് യൂസർ. ലിസണിംഗ് ആൻഡ് റീഡിംഗ് ആർ റിസെപ്റ്റീവ് സ്കിൽസ് ഇൻ ദ സെൻസ് ദാറ്റ് ദ ലാംഗ്വേജ് യൂസർ റിസീവ്സ് ഇൻഫർമേഷൻ ഫ്രം ദ റിട്ടൺ ഓർ സ്പോക്കൺ ഫോം ഓഫ് ദ ലാംഗ്വേജ്. നമുക്കറിയാം നമ്മൾ ഏതൊരു ലാംഗ്വേജിലൂടെയും അക്വയർ ചെയ്തെടുക്കുന്ന സ്കിൽസാണ് LSRW എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇതിൽ ലിസണിങ്ങും റീഡിങ്ങും എന്ന് പറയുന്നത് റിസെപ്റ്റീവ് ആയിട്ടുള്ള സ്കിൽസാണ് അല്ലേ. നമ്മൾ ഇങ്ങോട്ട് നമുക്ക് കിട്ടുന്നത് റിസീവ് ചെയ്യുന്നതാണ് ലിസണിങ്ങും അതേപോലെ റീഡിങ്ങും. സ്പീക്കിങ്ങും റൈറ്റിങ്ങോ? യെസ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആർ സ്കിൽസ് ദാറ്റ് ഇൻവോൾവ് പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണല്ലേ ഒരു ലാംഗ്വേജ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ലാംഗ്വേജിലൂടെ വളർത്തിയെടുക്കുന്ന നമ്മൾക്ക് ഉണ്ടാവുന്ന സ്കിൽസ് എന്ന് പറയുന്നത് LSRW. റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്. ഇതൊക്കെയാണ് ലാംഗ്വേജിനെ പറ്റി പറയുമ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ബെനഫിറ്റ്സ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മളൊരു ലാംഗ്വേജ് ലേൺ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന, ഒരു കുട്ടിക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റത്തേതാണ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ എ ന്യൂ ലാംഗ്വേജ്. പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു പുതിയ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാവുന്നു. സോ ദ മെയിൻ ബെനഫിറ്റ് ഓഫ് എ പേഴ്സൺ ഗെയിൻസ് വെൻ കമ്മിറ്റിംഗ് ടു ലേൺ ഇംഗ്ലീഷ് ഓർ എനി അതർ ലാംഗ്വേജ് ഈസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ആൻഡ് ക്രിയേറ്റ് കണക്ഷൻസ് വിത്ത് എ വൈഡർ റേഞ്ച് ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ. ഏതൊരു ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെയും, അത് ഇംഗ്ലീഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആയിക്കോട്ടെ, അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ ലോകത്തോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ഒരു എബിലിറ്റി ആയിട്ടാണ് നമുക്ക് പുതിയൊരു ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതിലൂടെ കഴിയുന്നത്. സോ അത് തന്നെയാണ് ഫസ്റ്റത്തെ ബെനഫിറ്റ് ആയിട്ട് പറയുന്നത്, ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ എ ന്യൂ ലാംഗ്വേജ്. രണ്ടാമത്തേതാണ് ദ ബ്രെയിൻ അണ്ടർഗോസ് എ ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. It was believed that change in brain functioning only occurred when students had obtained a high level of language ability in the new language. ഒരു ന്യൂ ലാംഗ്വേജ്, അത് ഒരു ഹൈ ലെവൽ ഓഫ് ലാംഗ്വേജ് ലേണിംഗ് നടത്തുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ ഒരു ബ്രെയിൻ ഫങ്ഷനിങ് നടക്കുന്നത് എന്നാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരു ന്യൂ ലാംഗ്വേജ് പഠിക്കുന്ന ആ ഒരു ഏർലി സ്റ്റേജസിൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. സോ നമ്മുടെ ഒരു ബ്രെയിൻ ഒരു ഫങ്ഷനിങ്, ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നടത്തണമെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെയാണെന്നാണ് വിശ്വസിച്ച് വരുന്നത്. അത് രണ്ടാമത്തെ ഒരു ബെനഫിറ്റ് ആയിട്ട് കാണുന്നുണ്ട്. മൂന്നാമത്തേതാണ് സുപ്പീരിയർ മെമ്മറി ഫങ്ഷൻ. അതായത് ലാംഗ്വേജ് ലേണിങ്ങിലൂടെ നമുക്ക് നമ്മുടെ മെമ്മറി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എങ്ങനെയാണ് നമുക്കൊരു മെമ്മറി ഫങ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്? അതെ, നമ്മൾ ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യുന്നുണ്ടല്ലേ, അതേപോലെ അത് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്, അതായത് നമ്മളത് റിട്ടൈൻ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഷോർട്ട് ടേം മെമ്മറി സ്ട്രോങ് ആക്കുകയാണല്ലേ. അപ്പോൾ നമുക്കൊരു സുപ്പീരിയർ മെമ്മറി ഫങ്ഷനാണ് കിട്ടുന്നത്. ഇതാണ് മൂന്നാമത് പറഞ്ഞുള്ള ഒരു ബെനഫിറ്റ് ആയിട്ട് പറയാനുള്ളത്. നാലാമത്തേതാണ് ഇൻക്രീസ്ഡ് മെൻ്റൽ ഫ്ലെക്സിബിലിറ്റി. Language learning helps exercise the brain to keep it flexible and agile. അതായത് നമ്മളെ ഫ്ലെക്സിബിൾ ആക്കുകയാണ്, നമ്മുടെ ബ്രെയിനെ ഫ്ലെക്സിബിൾ ആക്കുകയാണ് ഈ ഒരു ലാംഗ്വേജ് ലേണിങ്ങിലൂടെ. നമുക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബ്രെയിൻ ആക്കി നമ്മൾ മാറ്റുകയാണ് ലാംഗ്വേജ് ലേണിങ്ങിലൂടെ. ഒരു സ്ഥിരമായിട്ടൊരു എക്സസൈസാണ് നമ്മുടെ ബ്രെയിനിന് കിട്ടുന്നത് ഈ ലാംഗ്വേജ് ലേണിങ്ങിലൂടെ. സോ അതും ഒരു ബെനഫിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അഞ്ചാമത്തേതാണ് ഇൻക്രീസ്ഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ്. എങ്ങനെയാണ്? അതായത് ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യുന്നതിലൂടെ, പുതിയൊരു ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ ഒരു കുട്ടിക്ക് കിട്ടുന്ന സ്കിൽസാണ് ആബ്സ്ട്രാക്ട് തിങ്കിങ് സ്കിൽസ്. കുട്ടിക്ക് നന്നായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് കിട്ടുന്നുണ്ടല്ലേ. ദെൻ കോൺസെപ്റ്റ് ഫോർമേഷൻ. ഈ ലാംഗ്വേജ് ലേൺ ചെയ്തിട്ട് പിന്നെ കുട്ടി ഓരോ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, അങ്ങനെ കുട്ടിയിൽ ഒരു കോൺസെപ്റ്റ് ഫോർമേഷൻ നടക്കുകയാണല്ലേ. ഏതൊരു കാര്യവും അത് ചിന്തിച്ച് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഫോർമേഷനാണ് കുട്ടിയിൽ നടക്കുന്നത്. ദെൻ ക്രിയേറ്റീവ് ഹൈപ്പോതെസിസ് ഫോർമുലേഷൻ. ഏതൊരു കാര്യം ചിന്തിച്ച് നല്ലൊരു ഹൈപ്പോതെസിസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കഴിയുന്നു. ദെൻ സ്ട്രെങ്തൻ കപ്പാസിറ്റി ടു ഐഡൻറ്റിഫൈ, ദെൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. ഇങ്ങനെ ഓരോ കാര്യം ചിന്തിച്ചിട്ട് അതിൻ്റെ ഹൈപ്പോതെസിസിലെത്തി ദെൻ അത് നന്നായിട്ട് മനസ്സിലാക്കി ഇവാലുവേറ്റ് ചെയ്തിട്ട്
അങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്ക് കുട്ടി എത്തുകയാണല്ലേ. സോ ദ എബിലിറ്റി ടു ഫോക്കസ് ഓൺ എ ടാസ്ക് ബൈ ഫിൽറ്ററിങ് ഔട്ട് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് എക്സ്റ്റേനിയസ് ഇൻഫർമേഷൻ ആൻഡ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ മൾട്ടി ടാസ്കിങ് എബിലിറ്റി. ഇങ്ങനെ ഒരു മൾട്ടി ടാസ്കിങ് എബിലിറ്റിയിലൂടെ കുട്ടിയിൽ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി കൂടിയാണ് ഈ ഒരു ലാംഗ്വേജ് ലേണിങ്ങിലൂടെ കിട്ടുന്നത്. ആറാമത്തത് പറയുന്നതാണ് ഗ്രേറ്റർ കോംപ്രിഹെൻഷൻ ഫോർ ഹൗ ലാംഗ്വേജ് വർക്ക്സ് ആൻഡ് ഈസ് യൂസ്ഡ്. അതായത് ഒരു കുട്ടി ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് ഉണ്ടാവുന്ന വലിയൊരു സ്കില്ലാണ് അല്ലെങ്കിൽ വലിയൊരു ബെനഫിറ്റാണ് ഗ്രേറ്റർ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. എന്തിലാണ്? ഫോർ ഹൗ ലാംഗ്വേജ് വർക്ക് ആൻഡ് യൂസ്. എങ്ങനെയാണ് ലാംഗ്വേജ് കുട്ടിയിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയായിരിക്കും അല്ലേ, എഴുതാൻ അറിയാമായിരിക്കും, വായിക്കാൻ അറിയായിരിക്കും, പക്ഷേ ചിലപ്പോൾ നമുക്കത് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. സോ ഇതൊക്കെ കുട്ടിക്ക് കിട്ടുന്ന ബെനഫിറ്റാണ്. എങ്ങനെയാണ് കുട്ടിയിൽ അത് വർക്ക് ചെയ്യുന്നത്, കുട്ടി എങ്ങനെയാണ് ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും, അതേപോലെ ബൈലിംഗ്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. സോ ഇങ്ങനെയൊക്കെയുള്ളൊരു മൾട്ടി ടാസ്കിങ് സ്കിൽസാണ് കുട്ടി ഇതിലൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നത്. വിച്ച് ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ഇൻ സോഷ്യൽ സെറ്റിങ്സ്. സൊസൈറ്റിയിൽ തന്നെ കുട്ടിക്ക് നല്ലൊരു പ്രസ്റ്റീജ്, കുട്ടിക്ക് നല്ലൊരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ലാസ്റ്റത്തെ ഒരു ബെനഫിറ്റാണ് ഇൻക്രീസ്ഡ് എബിലിറ്റി ഇൻ ഡിജിറ്റൽ ലിറ്ററേസി. നമ്മൾ പറഞ്ഞു നമ്മുടെ ബ്രെയിൻ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിലൂടെ ഒരു നല്ല സ്മൂത്ത് ഫങ്ഷനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത്. ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ കുട്ടി ഒരു മൾട്ടി ലിംഗ്വൽ ആകുന്നതിലൂടെ കുട്ടിക്ക് കിട്ടുന്ന ഒരു വേറൊരു എബിലിറ്റിയാണ് അപ് ടു ഡേറ്റ് വിത്ത് മോഡേൺ ടെക്നോളജീസ് എന്ന് പറയുന്നത്. ക്ലിയർലി ഹാവിങ് ഇൻക്രീസ്ഡ് മെൻ്റൽ എബിലിറ്റി ഡ്യൂ ടു ലാംഗ്വേജ് അക്വിസിഷൻ. സ്കൂളിൽ ലാംഗ്വേജസ് പഠിക്കുന്നതിലൂടെ കുട്ടിക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് റീസൺസ് ഫോർ ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ്. അതിൽ സബ്ജക്ട്സിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഓരോ സബ്ജക്ട്സും നമ്മുടെ സ്കൂളിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണമാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറഞ്ഞതാണ് ലാംഗ്വേജസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, ലാംഗ്വേജസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. അതേപോലെ ലാംഗ്വേജ് ലേൺ ചെയ്യുന്നതിലൂടെ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നും പറഞ്ഞു. അടുത്ത് നമ്മൾ പറയുന്നത് സോഷ്യൽ സയൻസിൻ്റെ കാര്യങ്ങളാണ്. സോഷ്യൽ സയൻസ് നമുക്കറിയാം ബ്രാഞ്ച് ഓഫ് എ സ്റ്റഡി ഡീൽസ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്, ദെയർ ബിഹേവിയർ, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, റിലേഷൻഷിപ്പ്, resources they used and various institutions they require to function and carry on their life smoothly. നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിനെ പറ്റി പഠിക്കുന്ന അവരുടെ ബിഹേവിയർ എന്താണ്, അവരുടെ ഗ്രോത്ത് എങ്ങനെയാണ് നടക്കുന്നത്, അവരുടെ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ്, അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ റിലേഷൻഷിപ്സ് എന്തൊക്കെയാണ്, യൂസ് ചെയ്യുന്ന റിസോഴ്സസ് എന്തൊക്കെയാണ്, അവരിടപഴകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, സോഷ്യലൈസേഷന് ഉതകുന്ന കുറച്ച് ഏജൻസീസ് ഉണ്ടല്ലേ, അത് ഏതൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, അവർ ഫങ്ഷൻ, അവരുടെ ലൈഫ് സ്മൂത്തായിട്ട് നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് സോഷ്യൽ സയൻസ്. ഇവിടെ നമ്മൾ എന്തിനൊക്കെ പറ്റി പഠിക്കും? ഫാമിലീനെ പറ്റി പഠിക്കും, സ്കൂളിനെ പറ്റി പഠിക്കും, അതേപോലെ വർക്ക് പ്ലേസ്, ഗവൺമെൻറ്, ജുഡീഷ്യറി, റീക്രിയേഷൻ ക്ലബ്സ്, അങ്ങനെ പല തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ തരത്തിലുള്ള എല്ലാ അറിവും നമുക്ക് കിട്ടുന്നത് ഈ ഒരു സോഷ്യൽ സയൻസ് സ്റ്റഡിയിലൂടെ തന്നെയാണ്. സോഷ്യൽ സയൻസിൽ ഒരാളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സോഷ്യൽ സ്റ്റഡീസ് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ സ്കൂൾ കരിക്കുലം through a combination of subjects like history, geography, cultural studies, economics, political science, sociology, psychology, anthropology. ഇതിലൂടെയൊക്കെയാണ് നമ്മൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നത്. സ്കൂളിലാണെങ്കിൽ നമുക്കറിയാം ഹിസ്റ്ററി, ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കാറ് സോഷ്യൽ സയൻസിനെ. പിന്നെ കുറച്ച് ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ കൾച്ചറൽ സ്റ്റഡീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, സൈക്കോളജി, ആന്ത്രപ്പോളജി, ഈ തരത്തിലാണ് നമ്മൾ സോഷ്യൽ സ്റ്റഡീസിനെ പഠിക്കുന്നത്. ഇനി ഈ ഒരു സോഷ്യൽ സയൻസ് പഠിക്കുന്നതിലൂടെ കുട്ടിക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ്, കുട്ടി നേടിയെടുക്കുന്ന, കുട്ടിയിലുണ്ടാവുന്ന ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തേതാണ് അവെയർനെസ് ഓഫ് ദ വേൾഡ് ആൻഡ് എൻവയോൺമെൻറ്റ്. സോ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, സോഷ്യൽ സയൻസ് പഠിക്കുന്നതിലൂടെ കുട്ടിക്ക് താൻ ജീവിക്കുന്ന സൊസൈറ്റി എന്താണ്, തൻ്റെ സമൂഹം, തൻ്റെ ചുറ്റുപാട് എന്താണ്, തൻ്റെ വേൾഡ് എന്താണെന്ന് കുട്ടിക്ക് ഒരു മനസ്സിലാക്കാനുള്ള, കുട്ടിയിലെ ഒരു അവെയർനെസ് കൊണ്ടുവരുന്നത് ഈ സോഷ്യൽ സയൻസ് സ്റ്റഡീസിലൂടെയാണ്. ഇതിലൂടെയാണ് കുട്ടി തൻ്റെ ഫാമിലിയെ പറ്റി, അതേപോലെ തൻ്റെ നെയ്ബർഹുഡിനെ പറ്റി, കമ്മ്യൂണിറ്റിയെ പറ്റി ഒക്കെ കുട്ടി മനസ്സിലാക്കുന്നത് ഈ ഒരു സോഷ്യൽ സയൻസിലൂടെയാണ്. നമുക്കറിയാം ഏർലി മാൻ, അതേപോലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, മോഡേൺ പീരീഡ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, ദ ഫ്രഞ്ച് റെവല്യൂഷൻ,
ഗ്രേറ്റ് വേൾഡ് ലീഡേഴ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എവിടെയായിരുന്നു? യെസ്, സോഷ്യൽ സയൻസിലായിരുന്നു അല്ലേ. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും സോഷ്യൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. It also helps students to understand how different societies are structured, managed and governed. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയുടെ സ്ട്രക്ചർ എന്താ, എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി മാനേജ് ചെയ്യുന്നത്, അതേപോലെ ഗവേൺ ചെയ്യുന്നത്, ഇതൊക്കെ കുട്ടിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു സോഷ്യൽ സയൻസ് സ്റ്റഡീസിലൂടെ മാത്രമാണ്. നമുക്കറിയാം കുട്ടിയുടെ ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. ഫാമിലിയിൽ നിന്ന് കുറച്ച് കുട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പിന്നീട് കുട്ടിയുടെ 5 or 6 വയസ്സിലേക്ക് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്കൂളിലേക്ക് എത്തുകയാണല്ലേ. അവിടെ നിന്നാണ് കുട്ടി ബാക്കിയുള്ള സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. സോ ഈ ഒരു സോഷ്യൽ സയൻസിലൂടെയാണ് കുട്ടി തൻ്റെ സമൂഹം എന്താണ്, ഫാമിലി എന്തായിരുന്നു, അതേപോലെ നെയ്ബർഹുഡ് എന്താണ്, പിന്നെ കുറേ ഹിസ്റ്ററീസ്, നമ്മുടെ സൊസൈറ്റി ഇന്ന് ഈ കാണുന്ന തരത്തിലേക്ക് എങ്ങനെ എത്തി എന്നറിയുന്ന ഹിസ്റ്ററീസ് ഒക്കെ പഠിക്കുന്നത് കുട്ടി ഈ ഒരു സോഷ്യൽ സയൻസിലൂടെയാണ്. ഇത് തന്നെയാണ് കുട്ടി നേടിയെടുക്കുന്ന ആദ്യ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്, അവയർനെസ് ഓഫ് ദ വേൾഡ് ആൻഡ് എൻവയോൺമെൻറ്റ്. അടുത്തതാണ് ലെസൺസ് സച്ചസ് അവർ എർത്ത്, solar system, major landforms, water resources, natural vegetation and wildlife resources, natural disasters, disaster management, pollution. ഇതൊക്കെ കുട്ടി പഠിക്കുന്നത്, കാര്യങ്ങളൊക്കെ കുട്ടിക്ക് മനസ്സിലാവുന്നത് സോഷ്യൽ സയൻസ് സ്റ്റഡീസിലൂടെയാണ്. അതേപോലെ ഔട്ടർ സ്പേസിനെ പറ്റി, ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ്, ഇവല്യൂഷൻ ഓഫ് ആനിമൽസ്, ഫ്ലോറ, ഫ്യൂണ, മാൻ, ഇതൊക്കെ വാട്ടർ ബോഡീസ്, ഇതിനെല്ലാം പറ്റി കുട്ടി പഠിക്കുന്നത് സോഷ്യൽ സയൻസിലാണല്ലേ. സോഷ്യൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ, സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്ന് ഒന്ന് നോക്കി നോക്കൂ. നമ്മളെ എർത്തിനെ പറ്റിയിട്ട്, നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ പറ്റിയിട്ട്, ലാൻഡ് ഫോമിനെ പറ്റിയിട്ട്, അതേപോലെ വാട്ടർ റിസോഴ്സസ്, ഇതിനെയൊക്കെ പറ്റി കുട്ടി പഠിക്കുന്നത് സോഷ്യൽ സ്റ്റഡീസിലൂടെയാണ്. This information helps students to eventually develop a holistic understanding of their environment and their interrelationship with exists between the natural and human habitats. ഈ ഒരു ഇൻഫർമേഷനൊക്കെ ലഭിക്കുന്നതിലൂടെ കുട്ടിക്ക് മനസ്സിലാവുകയാണ് സമൂഹം എന്താണ്, കുട്ടി ജീവിക്കുന്ന എൻവയോൺമെൻറ്റ് എങ്ങനെയുള്ളതാണ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ തൻ്റെ റോൾ എന്താണ്, തൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, തൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സോഷ്യൽ സ്റ്റഡീസിലൂടെ സാധിക്കും. ഇതാണ് രണ്ടാമത്തെ ബെനിഫിറ്റായിട്ട് പറയുന്നത്. മൂന്നാമത്തേതാണ് ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോഷ്യൽ സയൻസ് പഠിക്കുന്നതിലൂടെ കുട്ടിയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെനിഫിറ്റാണ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് എന്ന് പറയുന്നത്. Social studies inculcate higher order thinking skills abilities and skills like comprehension, application, analysis, evaluation and synthesis. ഇതൊക്കെ കുട്ടിയിൽ ഉണ്ടാവുന്നത് ഈ ഒരു അതായത് ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റീസ് ഒക്കെ, കോംപ്രിഹെൻഷൻ സ്കിൽസ്, അതേപോലെ ആപ്ലിക്കേഷൻ, അനാലിസിസ്, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ കുട്ടിയിൽ ഉണ്ടാവുന്നത് സോഷ്യൽ സയൻസ് സ്റ്റഡീസിലൂടെയാണ്. അടുത്തതാണ് ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ദ സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്. സോഷ്യൽ സയൻസിലൂടെ കുട്ടി പഠിക്കുന്ന കാര്യങ്ങളാണ് ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലി, ക്ലോത്ത്സ് വി വിയർ, ഫുഡ് വി ഈറ്റ്, അവർ കൺട്രി, സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, മൈ കമ്മ്യൂണിറ്റി, സോഷ്യോ റിലീജിയസ് റിഫോംസ്, ചാലഞ്ചിങ് ദ കാസ്റ്റ് സിസ്റ്റം. ഇതൊക്കെ കുട്ടി മനസ്സിലാക്കുന്നത്, കുട്ടി പഠിക്കുന്നത്, കുട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, ഇതേപോലെ ഓരോ ഹ്യൂമൻ ബിഹേവിയേഴ്സ്, വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ഇൻ്റർ റിലേഷൻഷിപ്സ്, ഇതൊക്കെ കുട്ടി മനസ്സിലാക്കുന്നത്, കുട്ടിക്ക് ഇങ്ങനെ ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നത് ഈ ഒരു സോഷ്യൽ സയൻസിലൂടെ, സോഷ്യൽ സ്റ്റഡീസിലൂടെയാണ്. അതാണ് അടുത്തൊരു ബെനിഫിറ്റായിട്ട് പറയുന്നത്. ലാസ്റ്റത്തേതാണ് ഇറ്റ് ഹെൽപ്സ് ടു ബിക്കം ബെറ്റർ സിറ്റിസൺസ്. ഈ ഒരു സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നതിലൂടെ കുട്ടിയെ നല്ലൊരു ബെറ്റർ സിറ്റിസൺ ആക്കി മാറ്റാൻ വേണ്ടി പറ്റും നമുക്ക്. Subjects like economics, political science and history educate students on political ideologies, constitutional laws, citizenship, rights and duties, morals and virtues, social codes of conduct, thus making children aware of their roles and responsibilities, particularly in relation of social and civic affairs. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, കുട്ടിയിൽ ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. അതേപോലെ കുട്ടിയെ ഒരു ബെറ്റർ സിറ്റിസൺ ആക്കിയിട്ട് മാറ്റുകയാണ്. നമ്മുടെ കൺട്രി, നമ്മുടെ ഇന്ത്യയെ പറ്റിയിട്ട്, ഇന്ത്യ എന്താണ്, അതിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്, ഓരോ സ്റ്റേറ്റ്സിൻ്റെയും സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അതേപോലെ കുട്ടി മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മുടെ കൺട്രിയെ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന്. ഇതൊക്കെ കുട്ടിയെ മനസ്സിലാക്കുന്ന, അതേപോലെ കുട്ടിയുടെ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ, ഇതൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു സോഷ്യൽ സയൻസ് സ്റ്റഡീസിലൂടെ തന്നെയാണ്. ഇതാണ് സോഷ്യൽ സയൻസ് നമ്മുടെ ഒരു
സബ്ജക്റ്റായിട്ട് സ്കൂളിൽ വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ബെനിഫിറ്റ് കുട്ടിക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു സോഷ്യൽ സ്റ്റഡീസ് നമ്മുടെ ഒരു സബ്ജക്റ്റായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു സോഷ്യൽ സ്റ്റഡീസിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ കുട്ടി സക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ആവശ്യമുള്ള നീഡ്സ്, കുട്ടിക്ക് ആവശ്യമുള്ള സ്കിൽസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ദ സ്കിൽസ് സ്റ്റുഡൻസ് നീഡ് ടു സക്സീഡ് ഇൻ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സസ്. ഫസ്റ്റ് വൺ ആണ് യൂസിങ് മാപ്സ്. നമുക്കറിയാം മാപ്പിനെ പറ്റിയിട്ട് സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് മാപ്പ്, അതേപോലെ ടൈം ലൈനൊക്കെ. സോ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് കുട്ടി മനസ്സിലാക്കിയിരിക്കണം. മാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി പഠിച്ചിരിക്കണം ഈ ഒരു സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ. മാപ്സ് ആർ യൂസ്ഡ് ത്രൂ ഔട്ട് ദ സോഷ്യൽ സ്റ്റഡീസ് ടു ഹെൽപ്പ് ഇമ്പാർട്ട് സ്പേഷ്യൽ ഇൻഫർമേഷൻ ഇൻ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ പോസിബിൾ. നമുക്ക് നമ്മുടെ കൺട്രിയെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ വേൾഡിനെ പറ്റിയിട്ട് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഈ മാപ്പ് എന്നൊക്കെ പറയുന്നത്. സോ ഇതെങ്ങനെ എഫിഷ്യൻ്റ് രീതിയിൽ യൂസ് ചെയ്യാമെന്ന് കുട്ടി പഠിച്ചിരിക്കണം. സ്റ്റുഡൻസ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്പ് ഓഫ് മാപ്പ് ദേ വർ ലുക്കിംഗ് അറ്റ് ആൻഡ് ബി ഏബിൾ ടു യൂസ് ദ മാപ്പ് കൺവെൻഷൻസ് ലൈക്ക് കീസ്, ഓറിയൻറ്റേഷൻ, സ്കെയിൽ ആൻഡ് മോർ. ഒരു മാപ്പ് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മാപ്പാണ് കുട്ടി നോക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് സാധിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ സോഷ്യൽ സയൻസ് സ്റ്റഡീസിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഇതാണ് ഫസ്റ്റ് പറയുന്ന കാര്യം. രണ്ടാമത്തേതാണ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് യൂസിങ് ടൈം ലൈൻസ്. ടൈം ലൈൻസ് ആർ എ യൂസ്ഫുൾ ടൂൾ ഫോർ സ്റ്റുഡൻസ് ടു കണക്ട് ദ ഡിഫറെൻറ്റ് ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ദേ ലേൺ ഇൻ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സസ്. മാപ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടൈം ലൈൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടി മനസ്സിലാക്കിയിരിക്കണം. ടൈം ലൈൻസ് പ്രൊവൈഡ് കോണ്ടെക്സ്റ്റ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ. A student in a world history class needs to be familiar in the use of timelines to understand that the Russian Revolution was occurring at the same. മൂന്നാമത്തേതാണ് interpreting data from graphs, tables and visuals. ഒരു ഗ്രാഫ്സ് അതേപോലെ ഒരു ടേബിൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ഒരു സ്കില്ല് കുട്ടിയിൽ ഡെവലപ്പ് ആവണം. Students will be faced with many sources of information that will be presented through graphs, images and tables. അടുത്തതാണ് കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് സ്കിൽസ്. സോഷ്യൽ സ്റ്റഡീസിലൂടെ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി, കുട്ടിക്ക് കുറച്ച് നോളജൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനൊക്കെ കിട്ടി. ഇപ്പോഴുള്ള സൊസൈറ്റിയിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് അത് നന്നായിട്ട് കമ്പയർ ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ഇനി ഫ്യൂച്ചർ ഔട്ട്കംസ് എന്നൊക്കെയുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു കമ്പയറിംഗ് സ്കിൽസ്, കോൺട്രാസ്റ്റിംഗ് സ്കിൽസ് കുട്ടിയിൽ ഉണ്ടായിരിക്കണം. അടുത്തതാണ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്. പ്രൈമറി സോഴ്സ് എന്താണ്, അതേപോലെ സെക്കൻഡറി സോഴ്സ് എന്താണ്, ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ കുട്ടിക്ക് കഴിയണം. They need to be able to understand the role that the author has in each of the sources and recognize biases where it exists. So കുട്ടിക്ക് നല്ലൊരു ക്രിട്ടിക്കൽ അനാലിസിസ് സ്കിൽസ് കുട്ടിയിൽ ഡെവലപ്പ് ആവണം. അവസാനത്തേതാണ് മേക്കിംഗ് ജനറലൈസേഷൻ ഫ്രം സ്പെസിഫിക് ഇൻഫർമേഷൻ. അതായത് സ്റ്റുഡൻസ് ഇൻ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സസ് നീഡ് ടു ബി ഏബിൾ ടു മേക്ക് ജനറലൈസേഷൻ ബേസ്ഡ് ഓൺ looking at a number of specific examples and information. ഏതൊരു കാര്യം കുട്ടിയെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഒരു ജനറലൈസ് ചെയ്യാം എന്ന ഒരു കഴിവ് കൂടി കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം. Students need to be taught how to use the skills in their own history and social studies courses. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടിയിൽ ഉണ്ടാവുകയും വേണം. ഇതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക എങ്ങനെയാണ്, ഇതൊക്കെ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുക എങ്ങനെയാണ് എന്ന് ഒരു സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിൽ കുട്ടി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിൽ കുട്ടിക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. ഈ സ്കിൽസൊക്കെ കുട്ടിയിൽ ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് സോഷ്യൽ സയൻസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് 2 സബ്ജക്ട്സ് കൂടിയാണ് നോക്കാനുള്ളത്, സയൻസും മാത്സും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ താങ്ക് യു.